ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്ക് സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ്? 2-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. 3-ാം ഭാവം സഹായികളാണ്, സഹോദരങ്ങളാണ്. ആ സൂര്യൻ നിൽക്കുന്നത് 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പാപൈ വിത്തകതയെ സ്വപൂർവ്വ നിജിത ദ്രവ്യക്ഷയ, തൻ്റെ പൂർവികമായ ധനമോ സ്വത്തോ നശിച്ചു പോകുമെന്ന് പറയുന്നു. അതിനാൽ വാങ്ങലും കൊടുക്കലും വ്യാപാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ധനനഷ്ടമുണ്ടാക്കാൻ പാടില്ല. വക്രരുഖ്, തനിക്ക് മുഖത്ത് രോഗം വരും, കണ്ണുകൾക്ക് രോഗം വരും, നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാകും, മുഖരോഗങ്ങളുണ്ടാവുക, കണ്ണുകൾക്ക് രോഗം, പ്രത്യേകിച്ച് വലത്തെ കണ്ണിന് അസുഖങ്ങൾ വരിക. ദുഷ്ടോക്തി, താൻ 2-ാം ഭാവത്തിൻ്റെ കുടുംബമാണ്. പലപ്പോഴും തൻ്റെ വാക്കുകൾ തനിക്ക് അപകടമായി വരും. വാഗ്ദോഷങ്ങളുണ്ടാകും, ദുഷ്ടമായ ഉക്തി വാക്കുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പാത്രക്ഷതി, പാത്രങ്ങൾ വിഭവങ്ങൾ നശിച്ചു പോവുക. ഈ രണ്ടിൽ സൂര്യൻ വരുമ്പോൾ പ്രത്യേകിച്ച് വരാഹമിക ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, ഭൂരിദ്രവ്യോ നപഹൃത ധനി ഭക്തരോഗി ദ്വിതീയ. ഭക്തരോഗം, മുഖരോഗങ്ങൾ, കണ്ണുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ. രണ്ടാം ഭാവം വരാംഗം ആനനമാണ്, മുഖമാണ്, ഈ ഭാഗത്തുണ്ടാകുന്ന രോഗം. ഭൂരിദ്രവ്യ, തനിക്ക് ധനം ലഭിക്കും. നൃപഹൃതധനി, രാജാവ് തൻ്റെ ധനം കൊണ്ടുപോകും. അതിനാൽ പല കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ പറ്റിക്കുവാനോ അല്ലെങ്കിൽ വെട്ടിക്കുവാനോ ശ്രമിച്ചാൽ തനിക്ക് വലിയ ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണിതെന്ന് അറിയണം. ചമത്കാരി ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ധനേയസ്യ ഭാനോൾ സഭാഗ്യാധികസ്യ. രണ്ടിൽ സൂര്യൻ വരുമ്പോൾ ഭാഗ്യമുണ്ടാകും. ചതുഷ്പാസുഖം, വാഹനസുഖം ലഭിക്കും. സദ്വയെ സംജയാൻ, നല്ല കാര്യങ്ങൾക്കായി കാശി ചെലവാക്കും. അതിനാൽ ശിവക്ഷേത്ര ദർശനം, അവിടെ ശിവന് കൂളമാല, ജലധാര, മൃത്യുഞ്ജയ, പുഷ്പാഞ്ജലിയൊക്കെ വഴിപാടായി സമർപ്പിക്കുക. കുടുംബേ കലിർജായയാ ജായതേ, ഭാര്യ കാരണം തന്നെ കുടുംബത്തിൽ കലിയുണ്ടാകും, വഴക്കുണ്ടാകും. അതിനാൽ പലപ്പോഴും ദാമ്പത്യ വിഷയത്തിൽ ഭാര്യ കാരണം ഫാമിലി, വീട്ടുകാർ, അച്ഛനും അമ്മയും മുടങ്ങുന്ന തൻ്റെ കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകും. ക്രിയാനിഷ്ഫലയാതി ലാഭസ്യ ഹേതു, താൻ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഗുണം കുറയുക. നല്ല പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. ശാരീരികമായി നേത്രങ്ങളെ ശ്രദ്ധിക്കുക. അനാവശ്യമായ വാക്തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. നന്ദി, നമസ്തേ.